സോ എയർ പൊല്യൂഷൻ അതുപോലെ അതിൻ്റെ കൺട്രോളിൽ നമ്മൾ പറയുന്നതാണ് അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. സോ ഒരുപാട് വഴികളുണ്ട് നമ്മുടെ ഈ പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള മാറ്ററുകളെ റിമൂവ് ചെയ്യാനായിട്ട്. രണ്ട് ടൈപ്പാണ് നമ്മൾ പറയുന്നത്, ഗേഷ്യസ് ആൻഡ് പെർട്ടിക്കുലേറ്റ്. സോ ഈ പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള മാറ്റർ, കണികാ പദാർത്ഥങ്ങളെ, അങ്ങനത്തെ എയർ പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് രണ്ട് മാർഗങ്ങളാണ്. സോ ഡിഫറെൻറ്റ് വേസിൽ അതിൽ ആദ്യത്തെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. ഏറ്റവും കൂടുതലായിട്ട് പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള മാറ്റർ, ഈ കണികാ പദാർത്ഥങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മാർഗമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. ESP എന്നും പറയും, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. സോ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ വഴി they can remove more than 99% of particulate matter. ഈ കണികാ പദാർത്ഥങ്ങൾ അഥവാ പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ 99% മേലെ ആ പെർട്ടിക്കുലർ മാറ്ററുകളെ റിമൂവ് ചെയ്യാനായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിലൂടെ സാധിക്കുന്നു. ആൻഡ് they remove more than 99% of particular matter present in exhaust from a thermal power plant. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തെർമൽ പവർ പ്ലാന്റ്, താപവൈദ്യുത നിലയം. സോ ഈ തെർമൽ പവർ പ്ലാന്റുകളിൽ ഘടിപ്പിച്ചിട്ടിരിക്കുന്ന ഈ എക്സോസ്റ്റിൽ നിന്നും 99% മേലെ പെർട്ടിക്കുലേറ്റ് മാറ്ററുകളെ, കണികാ പദാർത്ഥങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിന് കഴിയും. സോ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മാർഗമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ. സോ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിൽ ഇലക്ട്രോഡ് വയറുകളുണ്ട്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലക്ട്രോഡ് വയേഴ്സ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിൽ ഇലക്ട്രോഡ് വയറുകളുണ്ട്. ദാറ്റ് ആർ മെയിൻറ്റെയിൻഡ് അറ്റ് സെവറൽ 1000 വോൾട്ട്. സോ ഒരുപാട് 1000 വോൾട്ടുകളിലാണ് ആ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററുകളിൽ ഇലക്ട്രോഡ് വയറുകൾ ഉള്ളത്. സോ ഇലക്ട്രോഡ് വയറുകൾ മെയിൻറ്റെയിൻ, അതായത് വോൾട്ടിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, സെവറൽ 1000 വോൾട്ടിലാണ് ഈ ഇലക്ട്രോഡ് വയറുകൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഇലക്ട്രോഡ് വയറുകളുടെ പ്രത്യേകത, ഇത്രയും വോൾട്ടിലുള്ള ഇലക്ട്രോഡ് വയറുകൾ പ്രൊഡ്യൂസ് എ കൊറോണ. ഈ ഇലക്ട്രോഡ് വയറുകൾക്ക് ഒരു കൊറോണ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും ആൻഡ് ദാറ്റ് റിലീസ് ഇലക്ട്രോൺ, ഈ കൊറോണ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അത് ഇലക്ട്രോൺസുകളെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഇലക്ട്രോൺസുകൾ, ഈ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസുകൾ അറ്റാച്ച് ടു ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസുകൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ഗീവ് എ നെറ്റ് നെഗറ്റീവ് ചാർജ്, അതിനൊരു നെറ്റ് നെഗറ്റീവ് ചാർജ് ലഭ്യമാവുകയും ചെയ്യുന്നു. ആൻഡ് കളക്ടിംഗ് പ്ലേറ്റ്സ് ഗ്രൗണ്ടഡ് ആൻഡ് അട്രാക്ട് ചാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. സോ ഇതിന് താഴെ ഒരു കളക്ടിംഗ് പ്ലേറ്റ്സുകൾ താഴെ വെച്ചിട്ടുണ്ട്. സോ അവിടെ ഈ ചാർജ് ഇട്ട് കിട്ടിയ ഈ നെറ്റ് നെഗറ്റീവ് ചാർജുകൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് കിട്ടിയിട്ടുണ്ട്. ആ ചാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഈ കളക്ടിംഗ് പ്ലേറ്റുകൾ അട്രാക്ട് ചെയ്യുന്നു. അവിടെ താഴെ വെച്ചിരിക്കുന്ന കളക്ടിംഗ് പ്ലേറ്റുകളിൽ ചാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അട്രാക്റ്റഡ് ആവുന്നു. ആൻഡ് വെലോസിറ്റി ഓഫ് എയർ ബിറ്റ്വീൻ പ്ലേറ്റ്, നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഈ കളക്ടിംഗ് പ്ലേറ്റുകളുടെ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി ഓഫ് എയർ, ആ കളക്ടിംഗ് പ്ലേറ്റുകളുടെ ഇടയിലുള്ള എയർ, വെലോസിറ്റി ഓഫ് എയർ ബിറ്റ്വീൻ ആ കളക്ടിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലോ ഇനഫ് ടു അലൗ ദ ഡസ്റ്റ് ടു ഫോൾ. സോ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന എയർ വെലോസിറ്റി, ഈ കളക്ടിംഗ് പ്ലേറ്റുകളുടെ ഇടയിലുള്ള വെലോസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് ഒരുപാട് കുറവാണ്. ലോ ഇനഫ്, അത്രത്തോളം താഴെയാണ് വെച്ചേക്കുന്നത്. ലോ ഇനഫ് ടു അലൗ ഡസ്റ്റ് ഫോൾ, അത്രത്തോളം താഴെ ആ ഡസ്റ്റിന് പതിക്കാൻ പാകത്തിലാണ് അതിൻ്റെ ആ കളക്ടിംഗ് പ്ലേറ്റുകളുടെ ഇടയിലുള്ള വെലോസിറ്റി ഓഫ് എയർ. ആ തരത്തിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ 99% മേലെ പെർട്ടിക്കുലേറ്റ് മാറ്ററുകളെ, ഒരു തെർമൽ പവർ പ്ലാന്റിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന 99% മേലെയുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ, കണികാ പദാർത്ഥങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിലൂടെ സാധിക്കുന്നു. ആ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്ററിൻ്റെ പ്രത്യേകത, അതിന് ഇലക്ട്രോഡ് വയറുകളുണ്ട്. ആ ഇലക്ട്രോഡ് വയറുകൾക്ക്
സെവറൽ 1000 വോൾട്ടിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഇലക്ട്രോഡ് വയറുകളുടെ പ്രത്യേകത അതിനൊരു കൊറോണ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയും അതുവഴി ഇലക്ട്രോൺസുകളെ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നു? ഈ ഇവിടെ നിന്ന് വരുന്ന എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അറ്റാച്ച് ചെയ്യുന്നു. സോ ഇലക്ട്രോൺസുകൾ ഈ കൊറോണ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസിലേക്ക് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റാച്ച്ഡ് ആവുന്നു. അങ്ങനെ ഈ ഇലക്ട്രോൺസിൻ്റെ ആ നെറ്റ് നെഗറ്റീവ് ചാർജ് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് കിട്ടുന്നു. സോ ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസിന് കിട്ടുന്നു. അങ്ങനെ അതിന് താഴെ വെച്ചിട്ടുള്ള കളക്റ്റിംഗ് പ്ലേറ്റുകളുണ്ട്. താഴെ കളക്റ്റിംഗ് പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. അവിടെ ഈ ചാർജ്ഡ് ആയിട്ടുള്ള നെറ്റ് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ അട്രാക്റ്റഡ് ആവുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നത് ഈ കളക്റ്റിംഗ് പ്ലേറ്റുകളുടെ ഇടയിലുള്ള ആ ഒരു വെലോസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് വളരെയധികം ലോ ഇനഫ് ആണ് ടു എന്തിനു വേണ്ടി? ടു അലൗ ദ ഡസ്റ്റ് ടു ഫോൾ. ഈ ഡസ്റ്റിന് താഴെ പതിക്കാൻ പാകത്തിന് അത്രയും ലോ ഇനഫിലാണ് അത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ വേറൊരു മാർഗമാണ് നമ്മുടെ പെർട്ടിക്കുലേറ്റ് മാറ്ററുകളെയൊക്കെ മാറ്റാനായിട്ടും സ്ക്രബ്ബർ. സോ സ്ക്രബ്ബർ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ടു റിമൂവ് ഗ്യാസസ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ്. സോ ഇതുപോലത്തെ പൊല്യൂട്ടൻസിനെ മാറ്റുന്ന വേറൊരു മെത്തേഡാണ് സ്ക്രബ്ബർ. സ്ക്രബ്ബർ എന്താണ് ചെയ്യുന്നത്? ദേ റിമൂവ് ഗ്യാസസ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസുകളെ റിമൂവ് ചെയ്യാനാണ് സ്ക്രബ്ബറുകൾ യൂസ് ചെയ്യുന്നത്. സോ ഈ സ്ക്രബ്ബറുകളുടെ പ്രത്യേകത ഇവിടെ ഇൻ എ സ്ക്രബ്ബർ എക്സോസ്റ്റ് അവിടെയുള്ള എക്സോസ്റ്റ് പാസ്ഡ് ത്രൂ എ സ്പ്രേ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ലൈം. സോ ഈ എക്സോസ്റ്റ് അവിടെ എന്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ദെൻ അലൗഡ് ടു പാസ് ത്രൂ സ്പ്രേ ഓഫ് വാട്ടർ. സോ വാട്ടർ അല്ലെങ്കിൽ ലൈം പോലെയുള്ള ആ സ്പ്രേ ഓഫ് വാട്ടറിലൂടെയാണ് ഈ പറഞ്ഞ എക്സോസ്റ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നത്. അതുവഴി ഇതുപോലത്തെ സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസുകളെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നാൽ റീസെൻ്റായിട്ട് നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യം ഈ ഡേഞ്ചേഴ്സ് ഓഫ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഈ കണികാ പദാർത്ഥങ്ങളുടെ അപകടം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതിൻ്റെ അർത്ഥം വളരെ ചെറിയ ആ പെർട്ടിക്കുലേറ്റ് മാറ്റർ, ദാറ്റ് വെരി 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 സ്മോൾ ആയിട്ടുള്ള ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററുകളെ നമുക്ക് ഈ പറഞ്ഞ പ്രിസിപ്പിറ്റേറ്ററുകൾ വഴി റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പെർട്ടിക്കുലർ മാറ്ററിൻ്റെ അപകട സാധ്യത എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ മാറ്റർ വളരെയധികം വെരി വെരി സ്മോൾ ആണെങ്കിൽ അങ്ങനത്തെ പെർട്ടിക്കുലർ മാറ്ററുകളെ നമ്മുടെ ഈ പറഞ്ഞ പ്രിസിപ്പിറ്റേറ്റർ പോലെയുള്ള മെത്തേഡ് ഡിവൈസുകളിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുകയില്ല. സോ അക്കോർഡിംഗ് ടു നമ്മുടെ സി പി സി ബി എന്ന് പറഞ്ഞാൽ സി പി സി ബി എന്ന് പറഞ്ഞാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സോ അക്കോർഡിംഗ് ടു CPCB ഈ പെർട്ടിക്കുലേറ്റിൻ്റെ സൈസ് 2.5 മൈക്രോമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഡയാമീറ്റർ ലെസ് ഡയാമീറ്റർ ആണെങ്കിൽ പൈക്കോമീറ്റർ 2.5 ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഹ്യൂമൻസിൻ്റെ ഹെൽത്തിന് ഉണ്ടാക്കും. സോ CPCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സോ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം പെർട്ടിക്കുലേറ്റ് സൈസ്, ഈ കണികാ പദാർത്ഥങ്ങളുടെ സൈസ് 2.5 മൈക്രോമീറ്റർ. സൈസ് എത്ര പറയണത്? 2.5 മൈക്രോമീറ്റർ ആണെങ്കിൽ 2.5 മൈക്രോമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഡയാമീറ്റർ ലെസ് ഇൻ ഡയാമീറ്റർ ആണെങ്കിൽ PM 2.5 ലെസ് ഡയാമീറ്റർ അല്ലെങ്കിൽ 2.5 മൈക്രോമീറ്റർ ആണെങ്കിൽ ഇത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഹ്യൂമൻ ഹെൽത്തിന് ഉണ്ടാക്കാനായിട്ട് കാരണക്കാരാവും. സോ ഈ ഫൈൻ പാർട്ടിക്കിൾസ്, ഇത്രയും ചെറിയ സൈസിലുള്ള ഫൈൻ പാർട്ടിക്കിൾസിനെ നമ്മൾ പറഞ്ഞു ഇതുപോലത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ പോലത്തെ പ്രിസിപ്പിറ്റേറ്ററിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല, വളരെ വളരെ ചെറിയ സൈസിലുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററുകൾ. സോ ഈ പറഞ്ഞ CPCBയുടെ ഇതിൻ്റെ പ്രകാരം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അതുപ്രകാരം അക്കോർഡിംഗ് ടു ഈ പെർട്ടിക്കുലേറ്റ് സൈസ് 2.5 മൈക്രോമീറ്റർ അങ്ങനെയുള്ള പെർട്ടിക്കുലേറ്റ് സൈസുകൾ അല്ലെങ്കിൽ ലെസ് ഡയാമീറ്റർ പൈക്കോമീറ്റർ 2.5 അതുപോലെയുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററുകളൊക്കെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹെൽത്തിനെ ഒരുപാട് അപകടകരമായിട്ട് ബാധിക്കുന്നു. സോ ഈ ഫൈൻ പാർട്ടിക്കിൾസിനെ നമ്മൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ, അതിനെ ശ്വസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നു.
അങ്ങനെ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം, റെസ്പിറേറ്ററി സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നു. അതായത് ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി ട്രാക്റ്റുകളിൽ ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ, അതുപോലെ നമ്മുടെ ലങ്സിന് ഡാമേജ് സംഭവിക്കുന്നു, ഒരു പക്ഷേ പ്രീമേച്ചർ ഡെത്ത് വരെ സംഭവിച്ചേക്കാം. ഇതാണ് CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇത് പ്രകാരം. ഏത് സൈസിലുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററുകളാണ്? പെർട്ടിക്കുലേറ്റ് സൈസ് 2.5 മൈക്രോമീറ്ററോ അല്ലെങ്കിൽ ഡയാമീറ്റർ വളരെ കുറവ് ഡയാമീറ്ററുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററുകളോ ആണെങ്കിൽ നമുക്ക് ഹ്യൂമൻ്റെ ഹെൽത്തിനെ ഒരുപാട് സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ഈ പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഇത്രയും ചെറിയ പെർട്ടിക്കുലേറ്റ് മാറ്ററുകളെ നമ്മൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിനെ അല്ലെങ്കിൽ ലങ്സിനെ ബാധിക്കുന്നു, നമ്മുടെ ബ്രീത്തിങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാകുന്നു. ഈ റെസ്പിറേറ്ററി സിംറ്റംസ് പറയുന്നത് ഒരുപക്ഷെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുണ്ടാവാം, ഇൻഫ്ലമേഷൻ ആവാം, ഇറിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് ഡാമേജ് ഉണ്ടാവാം, ഒരു പക്ഷേ പ്രീമെച്വർ ഡെത്ത് വരെ സംഭവിച്ചേക്കാം.